എങ്ങനെയെങ്കിലും അയാത്തുള്ള ഖംനിയെ തീർക്കണം. ആ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ട്രംപിനായാലും നെതന്യാഹുവിനായാലും. കാരണം അയാത്തുള്ള ഖംനിയെ എങ്ങനെയെങ്കിലും തീർക്കണം. അത് ഇനി എന്ത് നാറിയ കളി കളിച്ചിട്ടാണെങ്കിലും ശരി, ഖംനിയെ തീർക്കണം. അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. കാരണം ഖംനി നട്ടല് നിവർത്തിയിട്ട് ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും നിന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരു കോംപ്രമൈസ് ടോക്കിനോ അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് ശ്രമത്തിനോ ഖംനി തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ റഷ്യയോ ചൈനയോ പലപ്പോഴും പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇറാൻ, അയത്തുള്ള ഖംനിയുടെ ഇറാൻ ഒരിക്കൽ പോലും അമേരിക്കയോട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അയത്തുള്ള ഖംനിയും സംഘവും തയ്യാറായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ സമയത്തടക്കം ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണവിരുദ്ധ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരില്ലായിരുന്നു. നല്ല സുഖമായി ഭരിക്കാമായിരുന്നു. ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇറാന് ആഭ്യന്തര കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വീഴ്ച പറ്റിയതിൻ്റെ കാരണം അമേരിക്കയും ഇസ്രയേലും ആണെങ്കിൽ പോലും യൂറോപ്പ് അടങ്ങുന്ന, അമേരിക്ക അടങ്ങുന്ന വലിയ രാജ്യങ്ങൾ നൽകിയിട്ടുള്ള ഉപരോധം കാരണം വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഞെരുക്കം ഇറാനിലുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇറാൻ ജനസംഖ്യയുടെ ഒരു വലിയ ശതമാനം യുവാക്കളാണ്. 50% മുകളിലും 30-40 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ്. അപ്പം അവരുടെ ഒരു തോട്ട്, അവരുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ടെക്നോളജീസ് ഒന്നും ഇറാനിൽ അപ്പാടെ അങ്ങ് അപ്ലോഡായി വരില്ല. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഉപരോധിക്കുകയാണ്. ഒരു സാധനം പോലും ഇറാനിലേക്ക് കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ അതിനെയൊക്കെ അതിജീവിച്ചിട്ട് യൂറോപ്പിലെയും വേണമെങ്കിൽ അമേരിക്കയിലേക്കടക്കം പതിക്കാൻ പറ്റുന്ന മിസൈലിൻ്റെ ഒരു ശേഖരണം തന്നെ ഈ ഉപരോധങ്ങളൊക്കെ അതിജീവിച്ചിട്ട് ആയുധപരമായിട്ട് ഇറാൻ ഉണ്ടാക്കി. പക്ഷേ ജനങ്ങളുടെ ക്ഷേമം പരിഗണിക്കുന്നതിൽ വലിയ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചേ മതിയാകും. കാരണം വേറൊന്നുകൊണ്ടല്ല, ഈ മണിക്കൂറുകളിലടക്കം ഇറാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അങ്ങനെയാണ്. പക്ഷെ അതിനിടയിൽ ചില നുഴഞ്ഞുകയറ്റക്കാരെ ഇസ്രായേൽ സൈന്യം പിടിക്കുന്നുണ്ട്. അതായത് അയത്തുള്ള ഖമനിയെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള മൊസാദിൻ്റെ ചാരന്മാരെ കൃത്യമായി IRGCയുടെ സ്പെഷ്യൽ വിങ് കൃത്യമായി തപ്പിയെടുത്ത് അവരെ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ഇറാൻ മിലിറ്ററിയുടെ അല്ലെങ്കിൽ ഇറാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക വാർത്താ ഏജൻസികളിലൂടെ പുറത്തു വരുന്നത്. നിരവധി മൊസാദിൻ്റെ ഏജന്റുമാരെ ആയുധങ്ങളുമായിട്ട് പിടികൂടുന്നുണ്ട്. അവരെ വധശിക്ഷ നടപ്പിലാക്കാൻ, അവരെ വധിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സൈന്യം തയ്യാറായിട്ടുണ്ട്. അത്തരം സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയൊരു തിരിച്ചടി ഈ നീക്കങ്ങൾക്കിടയിലും മൊസാദിൻ്റെ ചാരന്മാർ നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് അവർക്ക്. ഒരു വാർത്തയുണ്ട്, നമുക്കത് കണ്ടുകൊണ്ട് സംസാരിക്കാം. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അക്രമാസക്തമായി തുടരുന്നതിനിടെ ടെഹ്റാനെ ആക്രമിക്കാൻ ട്രംപ് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഉദ്യോഗസ്ഥരുമായി ട്രംപ് ഇക്കാര്യത്തിൽ ചർച്ച നടത്തുന്നതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ സ്ഥിതിഗതികൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രതീക്ഷ പ്രകടിപ്പിച്ചു. എന്നാൽ US ഇസ്രായേൽ ഗൂഢാലോചനയെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന് ഇറാൻ ഭരണകൂടവും സൈന്യവും മുന്നറിയിപ്പ് നൽകി. പ്രക്ഷോഭത്തിൽ 110-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ ആശുപത്രികൾ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇറാനിലെ സ്ഥിതി? പ്രക്ഷോഭം ഏതാണ്ട് 3-ാം വാരത്തിലേക്ക് കടന്നിരിക്കെ കൂടുതൽ അക്രമാസക്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടെഹ്റാൻ, ഉൾപ്പെടെയുള്ള പല നഗരങ്ങളിലും വലിയ തോതിൽ തന്നെ പ്രതിഷേധം തുടരുന്നുണ്ട്. എന്നാൽ അതിശക്തമായിട്ട് പ്രക്ഷോഭം അമർച്ച ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വിവിധ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നിരവധി പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും അമേരിക്കയും ഇസ്രായേലും വളരെ താല്പര്യപൂർവ്വം തന്നെയാണ് ഈ സ്ഥിതിഗതികളെ നോക്കിക്കാണുന്നത്. കാരണം ഇതുപോലെ ഒരു അവസരം ഇനി തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ഈ പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ കൊടുക്കാൻ സാധിക്കും എന്നത് സംബന്ധിച്ച ചർച്ചകളാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. അമേരിക്കൻ മാധ്യമങ്ങളും ഇസ്രായേൽ മാധ്യമങ്ങളും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ കൂടിയാലോചനയുടെ സ്വഭാവം ഏത് രീതിയിലായിരിക്കും എന്നത്, അല്ലെങ്കിൽ നടത്താൻ പോകുന്ന ആക്രമണം ഏത് രീതിയിൽ വേണം എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയിലെത്താൻ ഇനിയും അമേരിക്കയ്ക്ക് സാധിക്കും.
സ്വീകരിച്ചിട്ടില്ല. ഒരു ബദൽ സംവിധാനം എന്ന നിലയ്ക്ക് ഇന്റർനെറ്റ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പല പ്രായോഗിക നിർദ്ദേശങ്ങളും ഇപ്പോൾ പരിഗണിച്ചു വരുന്നതായിട്ടാണ് അമേരിക്കൻ മാധ്യമം ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഒരു സമരം നടക്കുമ്പോൾ അതിലേക്ക് പാകിസ്ഥാൻ കുറച്ച് സൈന്യത്തെ അയക്കുന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശ് കുറച്ച് സൈന്യത്തെ അയക്കുന്നു. എന്തിനാണ് ഇതേ അമേരിക്ക നമ്മുടെ രാജ്യത്തെ ഒരു ആഭ്യന്തരമായിട്ട് നടക്കുന്ന ഒരു പ്രതിഷേധത്തിനിടയിലേക്ക് കുറച്ച് സൈനികരെ അയച്ചിട്ട് പ്രതിഷേധക്കാരെ സഹായിക്കുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ചിന്തിക്കാൻ പോലും ആകില്ല. കാരണം അത്രമാത്രം വലിയൊരു ദ്രോഹം ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്നുണ്ട്. കാരണം ഖമേനി തന്നെയാണ് നട്ടെല്ല് നിവർത്തിയിട്ട് അമേരിക്കയെ വെല്ലുവിളിച്ചിട്ട്, ഇസ്രായേലിനെ വെല്ലുവിളിച്ചിട്ട് അവരുടെ ആയുധപ്പുരയിലേക്കടക്കം മിസൈലുകൾ പാഞ്ഞയപ്പിക്കാൻ പറ്റുന്ന ധൈര്യമുള്ള ഒരു നേതാവിനെ എങ്ങനെയെങ്കിലും തകർക്കണം. നോക്കൂ, അയത്തുള്ള ഖമേനിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഞാൻ പറയുന്നു 100-ൽ 110% പരാജയം സംഭവിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ അല്ലെങ്കിലും വലിയ രീതിയിലുള്ള പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അയത്തുള്ള ഖമേനി എന്ന് പറയുന്ന നേതാവ് അമേരിക്കയെയും അതേസമയം ഇസ്രായേലിനെയും വിറപ്പിച്ച നേതാവാണ്. ഇപ്പം പ്രക്ഷോഭകരിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, നിങ്ങൾ എന്തിന് സിറിയയെ സഹായിക്കുന്നു, നിങ്ങൾ എന്തിന് ലബ്നനെ സഹായിക്കുന്നു, നിങ്ങൾ എന്തിന് യമനെ സഹായിക്കുന്നു. ഇതൊരു പോയിന്റാണ്. കാരണം ഈ പറയുന്ന 3 ടീമിനെയും വളർത്തിയത്, ഇപ്പോൾ സിറിയയിലെ അസദ് ഭരണകൂടത്തെയാണെങ്കിലും അത് യമനിലാണെങ്കിലും ലബ്നനിലാണെങ്കിലും മൊത്തം ഫണ്ട് ചെയ്യുന്നത് ഇറാനാണ്. അപ്പോൾ ഇതിനൊരു വലിയ ഫണ്ട് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ആ സാമ്പത്തിക കാര്യങ്ങളൊക്കെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അത് നന്നാകുമായിരുന്നില്ല എന്നുള്ള പ്രക്ഷോഭകരുടെ യഥാർത്ഥ ആവശ്യം നിരസിക്കാനാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം ഉണ്ടാക്കിയിട്ട് അധികാരത്തിൽ വന്നത്, ഇറാനിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഭരണകൂടം ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കി വന്നതാണ് എന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഇറാൻ്റെ വിപ്ലവ കഥകളൊന്നും, അമേരിക്കക്കെതിരെയുള്ള കടുത്ത നീക്കങ്ങളൊന്നും, അമേരിക്കയും ഇസ്രയേലും യൂറോപ്യൻ യൂണിയനും നടത്തിയിട്ടുള്ള കടുത്ത ഉപരോധങ്ങളെ കുറിച്ചിട്ടൊന്നും ഇവർക്കൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവർ പുതിയ തലമുറയാണ്. അവർ പുതിയ കാര്യങ്ങൾ മറ്റുള്ള ഇപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന അറബ് രാജ്യങ്ങളിലെ യുവാക്കളൊക്കെ വലിയ ലക്ഷപ്രഭുക്കളായിട്ട് കോടീശ്വരന്മാരായിട്ട് ആഡംബര ജീവിതവും എല്ലാ രീതിയിലും നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ തങ്ങൾക്കൊന്നുമില്ലേ എന്നുള്ള ഒരു സ്വാഭാവിക ചിന്ത അവർക്കിടയിൽ വന്നു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല. കാരണം കാലങ്ങളായിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യുദ്ധഭീഷണി നേരിടുന്ന ഇറാനെ തക്കം പാർത്ത് നിൽക്കുന്ന അമേരിക്കക്കും ഇറാനും ഒരുപോലെ കിട്ടിയ സമയം അവരെന്തായാലും ഇറങ്ങും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൊസാദിൻ്റെ ചാരന്മാരെ പറഞ്ഞയക്കലും എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ഖമേനിയെ വധിക്കാനുള്ള അവസരവും കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ട് കുറേ പേരെ അയക്കുകയും ഇറാൻ്റെ സൈന്യം അവരെ പിടികൂടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത് അത്ര നല്ല വാർത്തകളൊന്നുമല്ല. എങ്കിൽ ഈ സംഭവങ്ങളൊക്കെ മുതലെടുക്കാനുള്ള ശ്രമം ട്രംപും നെതന്യാഹുവും നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അവരുടെ ശ്രമം വിജയിക്കാനുള്ള സാധ്യതയും ഏറെ എന്നുള്ളതാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നുള്ളത്.